കേരളത്തിലെ ബഡ്ജറ്റും അതുപോലെ കേന്ദ്ര ബഡ്ജറ്റുമൊക്കെ വളരെ വിശദമായി പരിശോധിക്കുന്ന ഒരാളാണ് ഞാൻ. വെറുതെ എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രം. അത് ജയറാം രമേശൊക്കെ വന്ന് പങ്കെടുത്തിട്ടുള്ള മനോരമയുടെ ബഡ്ജറ്റ് പ്രഭാഷണമുണ്ട്. അതേതാണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് തന്നെ ഒരു 10-20 കൊല്ലത്തിൽ കൂടുതലേ. അപ്പോൾ അത്തരത്തിൽ താജ് ഗേറ്റ്വേയിൽ വെച്ച് ആ പ്രഭാഷണ പരമ്പരകളൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം ജയറാം രമേശ് അന്ന് താജ് ഗേറ്റ്വേയിൽ നടത്തിയ പ്രോഗ്രാമിൽ ഒരു 10-200 പേരെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മനോരമയുടെ ആ ബഡ്ജറ്റ് ടോക്ക് എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. അത് ലേ മെറിഡിയനിൽ വെച്ചിട്ടാണ് സാധാരണ സംഘടിപ്പിക്കപ്പെടുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ ഗോകുലം പാർക്കിൽ വെച്ചിട്ടുമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നോക്കുന്ന ഒരാളാണ് ഞാൻ. ആ നോക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് ഇന്നലെ KN ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷമൊക്കെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നു എന്നുള്ളതിനും അപ്പുറത്തേക്ക് മറ്റ് കാതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അതിനകത്ത് പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ ആകെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞതിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ പ്ലാൻ ഫണ്ടുകൾ എത്ര വേണമെങ്കിലും എഴുതി വെക്കാം, കാരണം അത് ചെലവഴിക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാട്ടിയത് 38% മാത്രമേ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ 38% ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അത് ഏത് ക്വാർട്ടർ വരെയാണ് എന്നുള്ളതൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ കൂടി ഉൾപ്പെടുത്തുമ്പോൾ അത് ഏതാണ്ടൊരു 55-60% എത്തും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത്തരത്തിലുള്ള ചില വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. BJP ആണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളൊക്കെ തന്നെ കേരള ഗവൺമെൻറ്റേതാക്കി മാറ്റുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ വിശദമായിട്ടുള്ളൊരു ബജറ്റായിരുന്നു. കാരണം ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റുകളിൽ 4ാമത്തെ ബജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ 6ാമത്തെ ബജറ്റായിരുന്നു. അതിൽ ആ ബജറ്റിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊക്കെ വരാം. അതിന് തൊട്ട് മുമ്പ് ഒരു കൗതുകം എന്നുള്ള നിലക്ക് ഏറ്റവും നീളമേറിയ ബജറ്റുകൾ അവതരിപ്പിച്ച ഒന്ന് തോമസ് ഐസക്കാണ് 2021. അത് 3.18 മണിക്കൂറായിരുന്നു. 3 മണിക്കൂർ 18 മിനിറ്റും ആയിരുന്നു. രണ്ടാമത്തേത് 2016 അത് 2 മണിക്കൂർ 58 മിനിറ്റും ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് കൂടി ഉണ്ടായെങ്കിൽ 3 മണിക്കൂർ തേക്കാമായിരുന്നു. മൂന്നാമത്തേത് ഉമ്മൻചാണ്ടിയാണ്. അത് 2016 2 മണിക്കൂർ 54 മിനിറ്റുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇത്തവണ KN ബാലഗോപാലിൻ്റേത് എന്ന് പറയുന്നത് 2 മണിക്കൂറും 52 മിനിറ്റുമുള്ള 4ാമത്തെ ഏറ്റവും വലിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ ഏതാണ്ട് സർവ്വതല സ്പർശിയായിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. ആ ബജറ്റിൽ ഏതാണ്ട് എല്ലാ ആളുകളെയും തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ സംഭവിക്കാതിരുന്നൊരു കാര്യം, സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 നിന്ന് 2500 ആക്കും എന്നുള്ളത്, 2500 ആക്കും എന്നുള്ളത് LDFൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതുമാത്രം നടന്നിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ തൊട്ട് മുമ്പ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് 1600 എന്നുള്ളത് 2000 രൂപയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അത് കൊടുത്തത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇനി 500 രൂപ കൂട്ടിയാലും വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മറ്റ് നിരവധി പേർക്ക് വലിയ വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശാ വർക്കർമാർക്ക് 1000 രൂപ, അംഗൻവാടി വർക്കർക്ക് 1000 രൂപ, ഹെൽപ്പർമാർക്ക് 500 രൂപ, പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം തന്നെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ. ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥർ DA കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. DA കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ആദ്യത്തേത് ഈ മാസവും ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ അടുത്ത മാസങ്ങളിലും കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ 12ാം കമ്മീഷനെ തീരുമാനിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് വാങ്ങി ശമ്പളം പരിഷ്കരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഈ ഗവൺമെൻറ്റിന് ചെയ്യേണ്ടി വരില്ല. അടുത്ത ഗവൺമെൻറ് LDFൻ്റെ തുടർച്ചയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഏപ്രിൽ 1 മുതൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയും കുറേ കൂടി വ്യക്തതകൾ വരാനുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൽ മന്ത്രി പറഞ്ഞേക്കുന്നത് ഒരു നയം എന്നുള്ള നിലക്ക് ഏതാണെങ്കിലും ലാസ്റ്റ് മേടിക്കുന്ന ശമ്പളത്തിൻ്റെ 50% ഏറ്റവും കുറഞ്ഞ ഇത് ഉറപ്പാക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ മറ്റ് ചില കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും തന്നെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ആർട്സ് ആൻഡ് സയൻസ് ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസമുണ്ട്. ഈ സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ BA എക്കണോമിക്സും അതുപോലെ പൊളിറ്റിക്കൽ സയൻസൊക്കെ പഠിക്കുന്നവർക്ക് 2000 രൂപ 3000 രൂപ കൂടുതൽ ഫീസില്ല എന്നാണ് എനിക്കറിയുന്നത്. അപ്പോൾ അത്തരത്തിൽ തുച്ഛമായ ഫീസാണ്. പക്ഷേ എങ്കിൽ പോലും ബിരുദതലം വരെയുള്ള ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾക്കെല്ലാം തന്നെ, അതായത് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനും തന്നെ സൗജന്യമാക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റാണ്. പിന്നെ ഓട്ടോ സ്റ്റാൻഡുകളിൽ സോളാർ ചാർജിങ്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിരവധി. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് 3720 കോടി,
കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് 400 കോടി. ഇങ്ങനെ നിരവധി എല്ലാ മേഖലകളെയും യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഏത് ബഡ്ജറ്റിന് നമുക്ക് വേണമെങ്കിൽ കുറ്റം കണ്ടെത്താൻ കഴിയും, അതുപോലെ നിരവധി കുറവുകളും കുഴപ്പങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും താരതമ്യേന കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. എനിക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നിയത് സ്റ്റേറ്റിൻ്റെ GDP, അതായത് GSDP എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള റേഷ്യോ നോക്കിയാൽ ഇത്തവണ കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് ഏതാണ്ട് 4-5% കുറയുകയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ തോതിലുള്ള തനത് വരുമാനം, അതായത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്നും കിടക്കുന്നില്ല. അത്തരത്തിൽ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയോളമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് ഇപ്പോൾ അടുത്ത തവണ 80,000-ഓളം കോടി രൂപ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഭാഗത്തേക്ക് കൂടി കടന്നാൽ ഈ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. ആ രാഷ്ട്രീയം വീണ്ടും അവർ ഏറ്റെടുക്കാൻ പോകുന്ന പ്രചരണമാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. കാരണം അതിന്ന് അബ്ദുറഹ്മാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ KM ഷാജി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു വാചകത്തിലൂടെയാണ്, അതായത് അതാണ് ഈ LDFൻ്റെ നയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഒരു വലിയ മെസ്സേജാണ് കൃത്യമായി കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് എടുത്തു വെച്ച് നോക്കിയാൽ ഒരുപാട് പേർക്ക് ഇൻഷുറൻസ് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, കുടുംബങ്ങൾക്ക്, കാരുണ്യ ആരോഗ്യ സുരക്ഷ, അസംഘടിത തൊഴിലാളികൾക്ക് ഇതുപോലെയുള്ള നിരവധി ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ, നടപ്പാക്കലുകൾ, കുറേ കൂടി ഒരു വെൽഫെയർ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു മാസാമാസം. 35 വയസ്സിനോ 60 വയസ്സിനോടൊക്കെയുള്ള വീട്ടമ്മമാരായിട്ടുള്ള മറ്റ് സ്കീമിലൂടെ പെൻഷനൊന്നും കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി അതിനിപ്പോൾ തന്നെ 16 ലക്ഷത്തിലധികം പേർ അപ്ലൈ ചെയ്തിരിക്കുന്നു. അവർക്ക് ഈ മാസം മുതൽ കൊടുത്തു തുടങ്ങുമെന്നും അതുകൂടാതെ 32 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് കൊടുക്കാനാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുമൊക്കെ കേട്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ സംഘടിതമായ കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ബഡ്ജറ്റുകളെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഈ ബഡ്ജറ്റുകൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളുടെ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അതായത് പ്രതീക്ഷിക്കുന്ന ചിലവുകളുമൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്നത്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതിൽ നമ്മൾ എത്രത്തോളം എത്തി എന്നുള്ള കാര്യത്തിൽ നിയമസഭകളിലോ പാർലമെൻറ്റുകളിലോ ഒന്നും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും തന്നെ വളരെ ഗൗരവമേറിയ ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇത് പലപ്പോഴും പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, അത് എവിടെ വരെയായി, എന്തായി എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ചെയ്യുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും കുറച്ചുകൂടി ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ബജറ്റ് എല്ലാ ഗവൺമെൻറ്റുകളും അവതരിപ്പിക്കുന്ന കുറച്ചുകൂടി കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളോടുകൂടിയായിരിക്കും. എന്നാൽ നാലാമത്തെയും അഞ്ചാമത്തെ ബഡ്ജറ്റിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി വളരെ എളുപ്പത്തിലുള്ള കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി ബഡ്ജറ്റ്, ഒരു ഇലക്ഷൻ ബഡ്ജറ്റായിരിക്കും അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കിയാലും വളരെ സുന്ദരമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് എന്നുള്ളത് പറയാതെ വയ്യ. ചില വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ കട്ടപ്പന ഇടുക്കി മേഖലയിൽ നിന്നും ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുരങ്കപാതയുടെ പഠനത്തിന് വേണ്ടി തന്നെ ചില കോടികൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ധർമ്മടം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ സംയോജിത ബ്ലൂ ഗ്രീൻ ഇൻ്റഗ്രേറ്റഡ് ടൂറിസം സർക്യൂട്ട്, നദിയിലൂടെ ക്രൂസ്, ദ്വീപ് ബയോ റിസർച്ച്, ഇങ്ങനെ പല VIP മണ്ഡലങ്ങളിലും, തളിപ്പറമ്പിൽ അതുപോലെ തന്നെ മൃഗശാല സഫാരി പാർക്ക്, നമുക്കറിയാലോ അത് ഗോവിന്ദമാഷ്ട മണ്ഡലമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല പദ്ധതികളും, പിണറായിയുടെ സൗത്ത് സോൺ കൾച്ചറൽ സെൻറ്ററിന് 1 കോടി, ധർമ്മട റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് 5 കോടി, ബ്രണ്ണൻ കോളേജിൽ റെസിഡൻഷ്യൽ സ്പോർട്സ് അക്കാഡമിക്ക് 2 കോടി, വേങ്ങാട് ഗ്ലോബൽ ഡയറി വില്ലേജിന് 10 കോടി, ഇങ്ങനെ നിരവധി പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിൻ്റേത് ഡ്രോൺ ഗവേഷണ വികസന പാർക്ക് 5 കോടി, IT വ്യവസായ പാർക്ക്, ഇങ്ങനെ റോഷി അഗസ്റ്റിൻ്റെ അവിടെ കട്ടപ്പന തേനി മലയോര തുരങ്ക പാതയുടെ സാധ്യതാ പഠനത്തിന് 10 കോടി എന്നുള്ളതാണ്. ബേപ്പൂരിൽ ഉരു ടൂറിസം പദ്ധതിക്ക് 5 കോടിയുണ്ട്. നേമത്ത് നവോത്ഥാന നായകൻ കാവാരിക്കുളം കുണ്ടൻ സ്മാരകവും കാവാരിക്കുളം കണ്ടൻ കുമാരൻ സ്മാരകവും ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കാൻ 1.5 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള നിരവധി പദ്ധതികൾ ചില സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ മാത്രമല്ല കേട്ടോ, മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ വോട്ടിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ആസ് എ ബഡ്ജറ്റ് എന്ന് വെച്ച് നോക്കിയാൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളുമായി ചേർന്ന് നിൽക്കുന്ന, നമുക്ക് ഏതാണ്ട് ഒരു 7 മാർക്കെങ്കിലും കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു തർക്കമുണ്ടാവില്ല. ഇതെല്ലാം തന്നെ വോട്ടായി മാറുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ, വലിയ ഇപ്പോൾ 10,000 രൂപ വേണമെങ്കിൽ പെൻഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഓരോ വീട്ടമ്മക്കും വേണമെങ്കിൽ ബീഹാറിലൊക്കെ പ്രഖ്യാപിച്ച പോലെ 10,000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഫണ്ട് കൊടുക്കുന്ന അത്തരത്തിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളെയും തൊടുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ എഡ്യൂക്കേഷൻ രംഗത്തും അതുപോലെ വ്യാവസായിക രംഗത്തും ഒക്കെ തന്നെ ചില നടപടികൾ എടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ള ഒരു കാര്യത്തിലൊന്നും അറിയില്ല. പ്രതിപക്ഷമടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇന്നലെ ഇരുട്ടിൽ തപ്പുന്നതാണ് കണ്ടത്. കാരണം ഇത് കൃത്യമായി ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള, ഒരു കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പ്രതിപക്ഷം ഈ സഭാകാലത്ത് തന്നെ ചെയ്തിട്ടുള്ള നിരവധി നടപടികളിൽ ആ മണ്ടത്തരങ്ങൾ കാണാം. കാരണം പ്രതിപക്ഷം മറ്റേ 2 MLA-മാരെ പുറത്തിരിച്ച് സമരം ചെയ്യിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സമരമെന്ന് ജനത്തിനും മനസ്സിലായിട്ടില്ല. അവരോട് ഇരിക്കുന്ന എന്തിനാണെന്ന് പാവം CR രമേശൻ അടക്കമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം VN വാസവൻ രാജിവെക്കണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ വിമർശനങ്ങളെയും കാണേണ്ടത്. ഇത് പറയുമ്പോൾ ഞാൻ ഏതാണ്ട് LDF-ൽ ജോയിൻ ചെയ്തെന്നോ CPM-നോടൊപ്പമാണെന്നൊക്കെ ആളുകൾക്ക് തോന്നും. അങ്ങനെയൊന്നുമല്ല. ഞാൻ വളരെ നിഷ്പക്ഷമായി തന്നെ പറയുകയാണ്. കാരണം സ്ട്രാറ്റജിക്കലി വലിയ ബ്ലണ്ടറുകളാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ പോലും വളരെ കൃത്യവും സൂക്ഷ്മവുമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാമാണ് ഈ ഒറ്റ തവണത്തെ ഈ ബഡ്ജറ്റ് വായനയിലും ബഡ്ജറ്റ് കേട്ടതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.